കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ കണ്ണൂർ ജില്ലയിലെ കുറുവ ദേശത്തുള്ള 8 വയസ്സ് മാത്രം പ്രായമുള്ള ആമിർ എന്ന് പറയുന്ന പൊന്നുമോന് വൃക്ക തകരാറിലായി. അതോട് ബന്ധിച്ച് ശാരീരികമായി പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഏകദേശം 6ഓളം സർജറി നടത്തി അതിഗുരുതരാവസ്ഥയിൽ എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ വൃക്ക മാറ്റിവെക്കലും തുടർ ചികിത്സയും ഒക്കെ ഉൾപ്പെടെ 60 ലക്ഷം രൂപ ആവശ്യമാണെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചപ്പോൾ അവസാന പ്രതീക്ഷയോടുകൂടി ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയ വഴി ഒരു ഫണ്ട് സമാഹരണം നടത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ആ ഫണ്ട് സമാഹരണം ആരംഭിക്കാനും പൂർത്തീകരിക്കാനും ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ആ ഫണ്ട് സമാഹരണം ഇന്ന് പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തു. ഇനി വേണ്ടത് ഓരോ ആളുകളുടെയും പ്രാർത്ഥനയാണ് എന്ന് പത്രമാധ്യമ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. കുട്ടിക്ക് ഉടനടി തന്നെ വൃക്ക മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഗുരുതര അവസ്ഥയിലാണ്. അതുമായി ബന്ധപ്പെട്ട് ശരീരത്തിൽ ഇൻഫെക്ഷൻ ബാധിച്ച് ഓരോ ദിവസവും കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം കമ്മിറ്റി ഭാരവാഹി കൂടിയായ സഫ്വാന് എറണാകുളം പോയി അമൃത ആശുപത്രിയിൽ ഡോക്ടർമാരുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ മോന്റെ ആരോഗ്യനില ഓരോ ദിവസം കഴിയുന്നോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ലിവറിനും ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് ആന്തരിക അവയവങ്ങൾക്കും ഇൻഫെക്ഷൻ ബാധിച്ച രൂപത്തിലാണുള്ളത്. ഈ ഇൻഫെക്ഷൻ എങ്ങനെയാണ് ഈ ശരീരത്തിലേക്ക് കയറി വരുന്നത്, എന്താണ് കാരണം, എങ്ങനെയാണ് അതിൻ്റെ കാരണം കണ്ടെത്തേണ്ടത് എന്നൊക്കെ വലിയ ആശങ്കയിലാണ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാർ. ഒരു നാട് തന്നെ ആ പൊന്നുമോന്റെ ആരോഗ്യം തിരിച്ചു ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടി കണ്ണീരോടുകൂടി കാത്തിരിക്കുകയാണ്. ആവശ്യത്തിനുള്ള തുകയായിട്ടുണ്ട്. ഇനി വേണ്ടത് ഓരോ ആളുകളുടെയും പ്രാർത്ഥനയാണ്. ഉടനടി തന്നെ കിഡ്നി മാറ്റിവെക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് നാടും നാട്ടുകാരും കമ്മിറ്റി അംഗങ്ങളും മുഴുവനായിട്ടുള്ളത്. ഒരുപാട് ആളുകളുടെ പരിശ്രമമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇതിനുവേണ്ടി രൂപീകരിച്ച ജനകീയ കമ്മിറ്റി, നാട്ടുകാർ, ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ പോലും വളരെ ശക്തമായി മുന്നോട്ട് വന്ന കുറച്ച് സഹോദരികൾ, അവരുടെയൊക്കെ വലിയ രീതിയിലുള്ള പരിശ്രമമാണ് വളരെ പെട്ടെന്ന് ഈ ഒരു 60 ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചത്. നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടും വലിയ രീതിയിൽ ഗ്രൂപ്പുകളിൽ ഇടപെട്ടും ഇതിനുവേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുമായി സംസാരിച്ച കൂടുതൽ വിവരങ്ങൾ കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹിയായ സഫ്വാന് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കും. ഉള്ള കിഡ്നിയും കൂടിയും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ ഫാദറാണ് കിഡ്നി നൽകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നാണ് ഡോക്ടർ നിർദ്ദേശം. അതിൻ്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് ആ ഇൻഫെക്ഷനൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുമായി സംബന്ധിച്ച് ഒരു വളരെ പാവപ്പെട്ട കുടുംബമാണ്. അപ്പം ജനകീയമായി കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം ഇനി വേണ്ടത് എല്ലാവരും പ്രാർത്ഥനയാണ്. അപ്പം അതുമായി സംബന്ധിച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ ഹോസ്പിറ്റലായിട്ടൊക്കെ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. പാവേര ഭഗവതി ക്ഷേത്രത്തിന് പിറകിലാണ് അദ്ദേഹത്തിന്റെ വീട്. ആ കുട്ടിയുടെ അച്ഛൻ തന്നെ സാധാരണ സൂപ്പർ മാർക്കറ്റിലെ സാധാരണ തൊഴിലാളിയായിരുന്നു. അപ്പോൾ ആ ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാവുന്നതിലധികം ചികിത്സ വന്നപ്പോഴാണ് അവർ നേരിട്ടിട്ട് നാട്ടിലെ പ്രധാനപ്പെട്ട പ്രമുഖരെ കാണുകയും ഇത്തരത്തിലുള്ള സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സഹായ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചാരിറ്റി പ്രവർത്തനം നടത്തി അത് വിജയകരമായി പൂർത്തിയാക്കിയ അമർഷാൻ സാഹിബിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തോട് നമ്മളിത് ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം
അവരുടെ കുടുംബാംഗങ്ങളെയും ആ കുട്ടിയുടെയും അവസ്ഥ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ള തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ പദ്ധതി ഏറ്റെടുക്കുകയും 2 ആഴ്ച കൊണ്ട് തന്നെ, അതായത് ഒരു വ്യാഴാഴ്ചയായിരുന്നു, ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ സ്വാഭാവികമായി 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ 60 ലക്ഷം എന്നുള്ള ഒരു ഭീമമായ സംഖ്യ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത്. അതിന് അമർഷാൻ സാഹിബിനോടും അതുപോലെ തന്നെ ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുള്ള മുഴുവൻ നാട്ടുകാരോടും ഗൾഫ് പ്രവാസികളടക്കമുള്ള ആളുകളെല്ലാം തന്നെ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞുള്ളത് തന്നെ എന്നെ അറിയിച്ചത് സഫ്വാനായിരുന്നു, ഒരു 2 മാസങ്ങൾക്ക് മുൻപേ. ആ സമയത്ത് സഫ്വാനോട് ഞാൻ പറഞ്ഞത്, അതിൻ്റെ കൃത്യമായ വ്യക്തമായ ഡോക്യുമെന്റ്, ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ പൊതുസമൂഹത്തിൽ നമുക്ക് ഈ ഒരു കാര്യം പങ്കുവെക്കാൻ സാധിക്കുള്ളൂ എന്നറിഞ്ഞപ്പോൾ സഫ്വാൻ തന്നെ നേരിട്ട് ഹോസ്പിറ്റലിൽ പോയി, അമൃത ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരായിട്ട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അമൃത ആശുപത്രിയിലെത്തി ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്നിരുന്നാലും വളരെ ആശങ്കയോട് കൂടിയായിരുന്നു ആ ഒരു ഫണ്ട് ശേഖരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ വേഗത്തിൽ തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. സഹകരിച്ച, സപ്പോർട്ട് ചെയ്ത, പ്രാർത്ഥനയുടെ കൂടെ നിന്ന ഓരോ ആളുകൾക്കും പത്രമാധ്യമ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് 60 ലക്ഷത്തിന്റെ മുകളിൽ നമ്മൾ സമാഹരിച്ചിട്ടുണ്ട്. അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പൊതുസമൂഹത്തിൽ പങ്കുവെക്കും. ഇത് 4-5 വട്ടം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജന്മനാളെ ഒരു കിഡ്നി കുട്ടിക്കില്ല. ഒരു കിഡ്നി ായിട്ടൊക്കെയാണ് കിഡ്നി ഉള്ളത്. അതും സർജറികൾ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 6ഉം ഫെയിലാണ്. അപ്പം നിലവിൽ നല്ല രീതിയിലുള്ള ഇൻഫെക്ഷൻ കുട്ടിക്കുണ്ട്. അപ്പം ഹോസ്പിറ്റൽ അധികൃതർക്ക്